എറണാകുളത്തെ ഒരു കൗൺസിലർ ബി.ജെ.പിയുടെ, അത് 24 ചാനലിൻ്റെ ഒരു റിപ്പോർട്ടർ ആണ് ഞങ്ങളെ വിളിച്ച് ആദ്യം ഇത് പറയുന്നത്. അത് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, അവിടെ അനാവശ്യമായി ഒരു ബഹളത്തിന് ഒരു കൗൺസിലർ എന്ന ആൾ വന്നിട്ട്, ബി.ജെ.പിയുടെ കൗൺസിലർ വന്നിട്ട് അനാവശ്യമായി ബഹളം വെക്കുന്നു. അവർ തന്നെ നിങ്ങൾക്കൊക്കെ തന്ന 1-2 ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ ആദ്യം അവർ പറയുന്നുണ്ട് ലൈസൻസ് ഇല്ല. പിന്നെ അവരുടെ ആശങ്ക എന്താ, ഇത് പണം യഥാർത്ഥത്തിൽ ഉപയോഗിക്കുമോ, ഈ പെട്ടിയിൽ ഇവരുടെ ഈ ബക്കറ്റിലുള്ള പണം എണ്ണി തിട്ടപ്പെടുത്തണോ, അതായത് അവരുടെ സൂക്കേട് എന്താണ് എന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാകുന്ന തരത്തിലാണ് എന്ത് ചെയ്യുന്നത്, അവർ അവതരിപ്പിക്കുന്നത്. ഒരു വല്ലാത്ത നമ്മളൊരു അസ്വസ്ഥതയില്ലേ, ഒരു അസഹിഷ്ണുത അവരുടെ മുഖത്തുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ലൈസൻസ് ഇല്ലാത്തതല്ല പ്രശ്നം, ഒരു താൽക്കാലിക കടയാണ്. ഒരു 1-2 ദിവസം മാത്രം ഈ വയനാടിന് വേണ്ടി, ഈ അതിജീവനത്തിൻ്റെ പാതയിൽ നിൽക്കുന്ന അതിനു വേണ്ടിയുള്ള പണം കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു കട തുടങ്ങുന്നതാണ്. അത് ആർക്കും ബുദ്ധിമുട്ടില്ല. നാട്ടിലെ ജനങ്ങളൊക്കെ അതിനോട് സഹകരിച്ച്, എല്ലാവരും കൂടി അതിന് സഹകരിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവർ വന്ന് വലിയ രീതിയിൽ അവരുടെ ഒരു ആ അസഹിഷ്ണുത പ്രകടിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള അസഹിഷ്ണുതയെയൊക്കെ അതിജീവിക്കും ഈ നാട് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അവിടെ അവർ പറയാണ്, ഭരിക്കുന്ന പാർട്ടിയുടെ യുവജന സംഘടനയാണ് ഞങ്ങൾ. അങ്ങനെയൊക്കെ ആരെങ്കിലും പറയോ? അല്പം വകതിരിവുണ്ടെങ്കിൽ അവർ തന്നെ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഇട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി അവരെ ഉപദേശിച്ച അദ്ദേഹത്തോട് പറയണം, അവർ കുറച്ചുകൂടി നല്ല സ്ക്രിപ്റ്റ് തയ്യാറാക്കണമെന്ന്. ഇങ്ങനെയുള്ള സ്ക്രിപ്റ്റ് ഒന്നും ഈ കേരളത്തിൽ വില പോകില്ല. പ്രത്യേകിച്ച് DYFIയെ ഈ നാടിനറിയാം. കഴിഞ്ഞ പ്രളയകാലത്ത് 12 കോടി രൂപ, കോവിഡ് കാലത്ത് 12 കോടിയോളം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തതാണ് DYFI. ആ DYFI ഏറ്റവും കൃത്യമായ രീതിയിൽ ഈ ഫണ്ട് ഉപയോഗിക്കുമെന്നും അത് വയനാടിൻ്റെ ഈ പുനർനിർമ്മാണത്തിന് ഗവൺമെൻറ്റുമായി ചേർന്നുകൊണ്ട് വിനിയോഗിക്കുമെന്നുള്ളതും ഈ നാടിൻ്റെ ഉറപ്പാണ്. അത് ഞങ്ങൾ പാലിക്കും. അതെ, തീർച്ചയായിട്ടും അത് പരമാവധി സഹായം വയനാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. വീട് 25-ൽ കൂടുതൽ. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഗവൺമെന്റ്, മുഖ്യമന്ത്രി പറഞ്ഞത്, നിങ്ങൾ പണം സ്വരൂപിക്കൂ, അത് കഴിഞ്ഞുള്ള ഈ ചർച്ചയിൽ ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ എന്താണ് എന്നുള്ളത് അപ്പോൾ പറയും. പൊതുവിൽ നല്ല പ്രതികരണമാണ്. നമ്മൾ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ പ്രതികരണം ഇതിനുമായി ബന്ധപ്പെട്ട് വന്നു. അപ്പം അതിലൊരു അസ്വസ്ഥതയാണ് BJP പ്രകടിപ്പിക്കുന്നത്. ഇപ്പം BJP ഒരു കേരള വിരുദ്ധ മനോഭാവം പൊതുവിൽ പ്രകടിപ്പിക്കുകയാണല്ലോ. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളോട് എല്ലാ വിഭാഗം ആളുകളും സഹകരിക്കുന്നു എന്നത് BJPക്ക് സഹിക്കാൻ വേണ്ടി കഴിയുന്നില്ല. മാത്രമല്ല, ഗവൺമെൻറ് ഇങ്ങനെയൊക്കെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഇവിടെ മറ്റെല്ലാ ആളുകളും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുവരെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പൂർണ്ണമായും മാറ്റിവെച്ച് കേരളം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു എന്നത് ഈ കേരളത്തിൻ്റെ ഈ ഐക്യത്തെയും ഒരുമയെയും BJP വല്ലാതെ ഭയപ്പെടുകയാണ്. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഒരാളെ രംഗത്തിറക്കിയിട്ട് ഒരു നാടകം കളിക്കുന്നത്. നേരത്തെ സുരേന്ദ്രൻ്റെ പ്രസ്താവന നമുക്ക് ഓർമ്മയുണ്ട്. പിന്നെ അതുമാത്രമല്ല, പ്രളയത്തിൻ്റെ ഘട്ടത്തിൽ കേരളത്തിന് അനുവദിച്ച അരിയുടെ കാശ് തിരിച്ചു വെച്ച അനുഭവമൊക്കെ ഇവിടെ ഉണ്ടല്ലോ. കേരളത്തിലേക്ക് തെരച്ചിലിന് വന്ന ഹെലികോപ്റ്ററിൻ്റെ വാടക അടക്കണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് കൊടുത്തവരാണല്ലോ BJP. അപ്പോൾ അതുകൊണ്ട് BJPയുടെ ആളുകൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് ഫണ്ട് കൂടാൻ മാത്രമേ ഇടയാക്കൂ. അതുകൊണ്ട്